എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പോൾ കേൾവിക്കാരായ വായനക്കാരെ നമ്മൾ ഓർക്കും, അതെങ്ങനെയാടാവുകയെ? ഈശോയെ കാണുന്നവൻ പിതാവിനെ കാണുന്നത്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഇതിൻ്റെ പേരാണ് മ്യൂച്വൽ പ്രസൻസ് ഇൻ ദ ട്രിനിറ്റി. ത്രിത്വൈക ദൈവത്തിൻ്റെ പ്രത്യേകതയാണിത്. പിതാവിൽ ആരുണ്ട്? പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പുത്രനിൽ ആരുണ്ട്? പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എന്താ കാര്യം? പുത്രനിൽ പിതാവും പരിശുദ്ധാത്മാവുമുണ്ട്. ശരിക്കും നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. അതായത് ഭർത്താവിൽ ആരുണ്ടാകണം? ഭാര്യ ഉണ്ടാകണം. ഭർത്താവിനെ കാണുന്ന ഒരാൾക്ക് ഭാര്യയെ കൂടെ കാണാൻ പറ്റണം. ഭാര്യയെ കാണുന്ന ഒരാൾക്ക് ഭർത്താവിനെ കൂടെ കാണാൻ പറ്റണം. കുഞ്ഞുങ്ങളിൽ മാതാപിതാക്കൾ ഉണ്ടാകണം. ആ പ്രസൻസ്, അത് അടുത്തോ ദൂരെ ആകട്ടെ, അവരിൽ അവരുടെ മാതാപിതാക്കളുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യണം, ചുറ്റുമുള്ളവർക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ നമ്മളൊന്നും അധികം ദൂരത്തോട്ടൊന്നും പോവുകയില്ല.